ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ക്ലാസ്സിൽ നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് മൊണോപ്പൊളി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഡിമാൻഡ് കർവ്, സവിശേഷതകൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫേമിൻ്റെ ഈക്വിലിബ്രിയം ഇൻ ദി ഷോർട്ട് റൺ, ലോങ് റൺ, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്, സപ്ലൈ കർവ് ഓഫ് ദി ഫേം, ഇതൊക്കെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിച്ചു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊരു പ്രത്യേകത നമുക്കറിയാം, ഡിമാൻഡ് കർവ് ഇതുപോലെയായിരിക്കും, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡിമാൻഡ് കർവ് ഫോർ ദി ഫേം. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് ഇക്വിലിബ്രിയം നടക്കുക ഈ പോയിന്റിലായതുകൊണ്ട് പി വിൽ ബി ഈക്വൽ ടു എം സി. അപ്പോൾ മറ്റേത് ഡിമാൻഡ് കർവും നമുക്കറിയാം, സാധാരണഗതി നമ്മൾ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ പ്രൈസ് ലൈൻ സാധാരണഗതി ഇങ്ങനെയാണ്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം വരുന്ന ഡിമാൻഡ് കർവ് ഇങ്ങനെയായിരിക്കും. ബിക്കോസ് ഹീ ഈസ് എ പ്രൈസ് ടേക്കർ, ഹീ ഈസ് ടേക്കിംഗ് എ പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു ഒ പി. Okay, so that is a peculiarity of a perfectly competitive firm which is facing a horizontal straight line demand curve and he is a price taker. But coming to monopoly, നമുക്കറിയാം monopoly എന്ന് പറഞ്ഞാൽ is a market situation when there is only one firm, ഒരൊറ്റ ഫേം മാത്രമേ ഉള്ളൂ. His product has no close substitutes, അല്ലേ? നമ്മൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഒരു മാർക്കറ്റിനെ കാണിക്കാൻ മാത്രം, മാർക്കറ്റിനെ കാണിക്കാൻ മാത്രമല്ല, പിന്നെ അതിനേക്കാളുപരി നമുക്കൊരു എന്താണ് ഡേ ടു ഡേ ലൈഫ് പോലും നമ്മൾ മൊണോപ്പൊളി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് ലൈഫിനെ. അപ്പോൾ അത്രമാത്രം പരിചിതമായുള്ള വാക്കാണ് മൊണോപ്പൊളി. സോ ഫോർ മൊണോപ്പൊളിസ്റ്റ് ദർ വിൽ ബി ഓൺലി വൺ ഫേം ആൻഡ് ഹി ഹാസ് നോ ക്ലോസ് substitutes. Okay, there is no close substitute for his product. Okay, so these are the two important conditions for monopoly. In this class we are going to see what is the shape of the demand curve of the monopolist. Similarly, what is the condition. More than that, before going to discuss about the shape of the demand curve, his equilibrium condition both in the short run and the long run, okay, and other features, we have to discuss the situation of monopoly എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ബേസിക്കായിട്ട് കണ്ടു, ദർ ഈസ് ഓൺലി വൺ ഫേം ആൻഡ് ഫേംസ് പ്രൊഡക്റ്റ് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, ആ പ്രൊഡക്റ്റ് പോലെ വേറൊരു പ്രൊഡക്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ആ മൊണോപ്പൊളി അവിടെ വരുന്നത്. ഓക്കെ, so that is about monopoly. So monopoly is a market situation where there is only one firm producing a product which has no close substitutes, where a firm produces a product which has no close substitutes. Okay, so this is monopoly ultimately. അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമുക്ക് ഓൾറെഡി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊണോപ്പൊളിയെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പം ആ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മളൊരു 3 ഫീച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്ന് പറഞ്ഞത് ഏതാണ്? ഒന്ന്, ദർ ഈസ് എ സിംഗിൾ പ്രൊഡ്യൂസർ. എ മാർക്കറ്റ് where there is only a single producer. Okay, and producer as well as a seller, you can say producer, okay, seller for this particular product. And secondly, as you mentioned, there is no close substitutes. No close substitute for the product, and there is strong barriers to entry into the industry. അപ്പോൾ ഈ ഒരു പ്രത്യേക വ്യവസായത്തിലേക്ക്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ആ ഒരു ഫീൽഡിലേക്ക് പുതിയ ഫേംസിൽ വരാൻ പറ്റാത്ത രീതിയിൽ ഒരു ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ട്. ആ ബാരിയേഴ്സ് എന്തുകൊണ്ടാണ്, എന്ത് തടസ്സങ്ങളാണ്? നമ്മൾ ബാരിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യാൽ കിട്ടുന്ന പോലെ, വേലി കിട്ടുന്ന പോലെ, അങ്ങനെ ഒരു വേലിയാണ്. നമുക്ക് ബാരിയേഴ്സ് ടു എൻട്രി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളുണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വേറെ ഒരു ഫേമും ഇല്ലാത്തത്, വേറൊരു പ്രൊഡക്റ്റും ഇല്ലാത്തത്. സോ വി ക്യാൻ സേ ദി ഫേം ആൻഡ് ദി ഇൻഡസ്ട്രി ആർ ദി ഓൾമോസ്റ്റ് സെയിം, അല്ലേ? ഫേം ആൻഡ് ദി ഇൻഡസ്ട്രി ആർ ദി സെയിം ഇൻ ദി കേസ് ഓഫ് മൊണോപ്പൊളിയുടെ സിറ്റുവേഷൻ ഇതാണ്. മൊണോപ്പൊളിയിൽ ഫേമും ഇൻഡസ്ട്രിയും ഏകദേശം സെയിം ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് മൊണോപ്പൊളി ഉണ്ടാകുന്നത്? നമുക്ക് വേണമെങ്കിൽ ഈ മൊണോപ്പൊളി ഉണ്ടാകുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മൊണോപ്പൊളി ഉണ്ടാകാനുള്ള കാരണം ഒരു പക്ഷേ ടെക്നോളജി ആയിരിക്കും. സോ ദിസ് മൊണോപ്പൊളി പ്രൊഡ്യൂസർ മേ ഹാവ് എ പേറ്റൻറ്റ്. ഇപ്പോൾ പേറ്റൻ്റ് ഉണ്ടെങ്കിൽ ആ ഫേമിന് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു പേറ്റൻ്റ് കാണും, ഒരു ടെക്നോളജി കാണും, വേറെ ആർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാണും.
സോ ദാറ്റ് വിൽ ബി വൺ റീസൺ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളി ആരും ഇഷ്ടപ്പെടുന്നില്ല, ഗവൺമെൻറ് ഇഷ്ടപ്പെടുന്നില്ല, അത് സൊസൈറ്റി ഇഷ്ടപ്പെടുന്നില്ല. കാരണം മൊണോപ്പൊളിസ്റ്റിന് ഒരു ഭയങ്കര ഒരു പ്രോഫിറ്റ് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് മൊണോപ്പൊളി ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ടെക്നോളജിയാണ്. ശരിയല്ലേ? കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ടെക്നോളജി. ഇനി രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ എന്താണ്, കൺട്രോൾ ഓവർ what we can say unessential raw material. ഒരു എസെൻഷ്യൽ റോ മെറ്റീരിയലിൻ്റെ മേലുള്ള കൺട്രോൾ ഇവിടെ മൊണോപ്പൊളിസ്റ്റ് ഫേമിന് കാണും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലിഥിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയർ എർത്ത്. ലിഥിയത്തിനെ കുറിച്ച്, ലിഥിയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലിഥിയം ബാറ്ററിയാണ്. ലിഥിയം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയാണ്. ചൈന ബർമയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ട്. ലിഥിയമല്ല, ലിഥിയത്തെക്കാളുപരി റെയർ എർത്ത് പോലെയുള്ള സംഭവങ്ങൾ എവിടെയുണ്ട്? അഫ്ഗാനിസ്ഥാനിലുണ്ട്. അപ്പം ചൈന സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ എവിടെയൊക്കെ നാച്ചുറൽ റിസോഴ്സ് ഉണ്ടോ അവിടെ നിന്നെല്ലാം പ്രഷ്യസ് മെറ്റീരിയൽസും ഒക്കെ ചൈന പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലിഥിയം ചൈനയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്റ്റോറേജ് ഡിവൈസസ്, ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ, സ്റ്റോറേജ് എനർജി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെറ്റലായിട്ടുള്ള ലിഥിയം, ആ ലിഥിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ചൈനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുള്ളൂ. കോസ്റ്റ് കുറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രോണ്, മൊബൈൽ ഫോൺ, എല്ലാ സംഭവങ്ങളും ചൈനയിൽ നിന്ന്. കാരണം ഇത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൺട്രോൾ ഇവരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു ഫാക്ടറാണ് ലിഥിയം. കൺട്രോൾ ഓവർ what we can say essential raw material like lithium and rare earth, that gives some sort of a monopoly particular firm. We are not discussing about the monopoly for a particular country, but for a particular firm. Then we can say license given by the government വേണമെങ്കിൽ ചിലപ്പോൾ given by ഗവൺമെൻറ് വേണമെങ്കിൽ ചില കമ്പനികൾക്ക് പ്രത്യേക ലൈസൻസ് കൊടുത്തിരിക്കാം പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനികൾക്ക് എന്തുണ്ട്, അവിടെ മൊണോപ്പൊളി ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ദർ ഈസ് എ സിറ്റുവേഷൻ ഓഫ് നാച്ചുറൽ മൊണോപ്പൊളി വേർ when you are producing 100 units or 10 units, 10 or 100 units, your cost situation will be very high. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എയറോപ്ലെയിൻ അല്ലെ എയർക്രാഫ്റ്റിൻ്റെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഒരു എയർക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അത് ഒരു ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഫേംസിന് അവിടെ നിലനിൽക്കാൻ പറ്റിയില്ല. മൊണോപ്പൊളി ഇല്ലെങ്കിലും ഒത്തിരി ഫേംസ് അവിടെ ഇല്ല. അപ്പോൾ അത് പിന്നെ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യവസായം നിലനിന്നുള്ളൂ. അപ്പോൾ അതാണ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. അപ്പോൾ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലെ ലാർജ് സ്കെയിൽ ഡിമാൻഡ് ഇൻ ദ കേസ് ഓഫ് പ്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര, ഇറ്റ് ഗീവ്സ് ദ ഫേം എ നാച്ചുറൽ മൊണോപ്പൊളി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചിലരെന്നാണെന്നറിയോ, ഫേമിൻ്റെ ചില കേസിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, അഡ്വർടൈസിങ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അല്ലേ? അല്ലെങ്കിൽ ബ്രാൻഡ് ലോയൽറ്റി. ചിലപ്പോൾ കോൾഗേറ്റ്, എല്ലാവരും ടൂത്ത് പേസ്റ്റ് മേടിക്കുമ്പോൾ കോൾഗേറ്റ് മേടിക്കും. അല്ലെങ്കിൽ പകരമുള്ള വേറെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. പക്ഷേ എല്ലാവരും പോയി കോൾഗേറ്റ് മേടിക്കുന്നത് അതെന്തുകൊണ്ടാണ്? ബ്രാൻഡ് ലോയൽറ്റിയാണ്. അതിനേക്കാൾ നല്ല ടൂത്ത് പേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട്. പക്ഷേ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് എല്ലാവരും മേടിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് കോൺഷ്യസ്നെസ്. അപ്പോൾ അങ്ങനെ അഡ്വർടൈസിങ്ങും ബ്രാൻഡ് ലോയൽറ്റിയും ഒരുപക്ഷെ ഒരു മൊണോപ്പൊളി കൊടുക്കാം. സോ ദീസ് ആർ ദി റീസൺ why there is monopoly in the real world. Okay, monopoly comes because of these 5 factors. ഇനി നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മൊണോപ്പൊളിയുടെ ഡിമാൻഡ് കണ്ടീഷൻ, ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് നമുക്ക് പോകാം. ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെക്കൻഡ് ഇതും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. നമ്മൾ അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ കണ്ടു. അതിൻ്റെ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ്. മാർജിനൽ കോസ്റ്റ് കർവും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ആവറേജ് കോസ്റ്റ് കർവ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇത് ഇങ്ങോട്ട് ഇവിടെ ഫേം ലോസ് ആവട്ടോ, കാരണം ആവറേജ് കോസ്റ്റ് ഹൈ ആണ്. നമ്മൾ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം എല്ലാം നമ്മൾ കണ്ട് അല്ലേ. പക്ഷേ മൊണോപ്പൊളി വരുമ്പോഴത്തേക്കും ഡിമാൻഡ് കർവ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മൊണോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇത് AR കർവ്, ഇത് MR കർവ്. ഓക്കെ, MR കർവ്. ഓക്കെ, so that is the shape of the demand curve and the marginal revenue curve under monopoly.
this is the demand curve the firm is having under perfect competition, and that is not workable here. Why there is such a demand curve? Because in the case of monopoly, the firm has control over the price. He can change price, he can reduce price, he can increase price, so we say that is the monopoly power. അതാണ് monopoly power. അപ്പോൾ അവിടെ ഫേമിൻ്റെ ഹി ഹാസ് കൺട്രോൾ ഓവർ ദി പ്രൈസ്. ഓക്കെ, ബൈ ചേഞ്ചിങ് ഹിസ് ക്വാണ്ടിറ്റി ഹി ക്യാൻ ചേഞ്ച് ഹിസ് പ്രൈസ്, ഹി ക്യാൻ ഹാവ് ഹിസ് ഓൺ പ്രൈസ് ഡിസിഷൻ. ഹി ഈസ് നോട്ട് എ പ്രൈസ് ടേക്കർ, ബട്ട് ഹി ഈസ് എ പ്രൈസ് മേക്കർ. ഇൻ monopoly the firm is a price maker, but in the case of perfect competition, the firm is a price taker. So that is the difference between the monopoly and perfect competition. Control over the price. Even if the firm increases the price, there will not be any much loss in the customers. Okay, അപ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുകയൊന്നുമില്ല. നമുക്ക് മോണോപ്പൊളിയിൽ ഒറ്റ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിന് വലിയ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. പ്രൈസ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സിറ്റുവേഷൻ റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകത. സോ മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ആവറേജ് റവന്യൂ കർവ് faced by a monopoly firm. This is what we can say marginal revenue curve, average revenue curve, and this is the marginal cost here. You are having equilibrium here. This is the quantity you are going to produce. Okay, then what is the price you are going to sell? So it is not occurring here, but rather the price you are going to sell in the market, that happens the equilibrium point on the demand curve. This is average revenue curve, that is the demand curve itself. So this is the price, OP price. Okay, എന്താണ് OP price? And OP പ്രൈസിൽ OQ ക്വാണ്ടിറ്റി അയാൾ വിൽക്കും. ഇക്വിലിബ്രിയം എവിടെ നടക്കും? ഇവിടെ നടക്കും. പക്ഷേ MR = MC എവിടെയാണ് നടക്കുക? നമ്മളതാണല്ലോ ഫസ്റ്റ് കണ്ടീഷൻ. MR = MC. സെക്കൻഡ് കണ്ടീഷൻ MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ. ഇതാണല്ലോ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ അത് എവിടെ നടക്കും? അതിവിടെ നടക്കും, അല്ലേ? ഈ പോയിന്റ് നടക്കും. അപ്പോൾ പക്ഷെ അവിടെ അല്ല പ്രൈസ് അവിടുന്ന് നമ്മൾ പിന്നെ മുകളിലേക്ക് ട്രാവൽ ചെയ്യുക. നമ്മൾ എയർ കർവിൽ മീറ്റ് ചെയ്യാണ്. അപ്പോൾ എയർ കർവിൽ എന്ന് പറഞ്ഞ് ഇക്വിലിബ്രിയം, ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോയിന്റാണ് ഏത്? ഇക്വിലിബ്രിയം. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ കണ്ടു ഡിമാൻഡ് കർവിൻ്റെ ഒരു പ്രത്യേക സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് കാണണം. ഇത് MC ആണ്, ഇത് AR ആണ്, ഇത് MR ആണ്, അല്ലേ? AR ആണ്, ഇത് P ആണ്. സോ ഓൾവേസ് P വിൽ ബി ഈക്വൽ ടു വാട്ട്? ദിസ് ഈസ് ഇക്വിലിബ്രിയം പോയിന്റ്. ദിസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി യു ആർ ഗോയിങ് ടു സെൽ ഇൻ വെൻ യു ആർ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീവ്, വെൻ യു ആർ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് ഫേം. So we are discussing about the perfectly competitive firm right here in this picture. Okay, now this is E, and at point E, the P is OP, the price is OP, and OP is equal to MC, or price is equal to MC. Price is equal to MC in the case of perfect competition. Remember, that is very important. Price is equal to MC here in the case of perfectly competitive firm. അപ്പോൾ പ്രൈസ് എത്രയാണോ മാർജിനൽ കോസ്റ്റ് അത് തന്നെയാണ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, and it will be equal to AR and MR. So whatever that is, those factors are insignificant, but most important is that price is equal to MC. But here you see, in the case of monopoly, the price it is greater than MC. What is the price? This is the what is the MC? This is the MC. Here it is the MC at point E. At point E, the MC is at this point. The MR is also at this point. അപ്പോൾ ഇവിടെയാണ് MC. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ MC നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ OMC ആയിരിക്കും മാർജിനൽ കോസ്റ്റ്. മനസ്സിലായല്ലോ? ഓരോ ഏറ്റവും അവസാനത്തെ യൂണിറ്റിന് OP ആയിരിക്കും പ്രൈസ്. മനസ്സിലായല്ലോ? നമുക്ക് ഡിലീറ്റ് ചെയ്യാവേ, അതിൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കി ഇത്രയുമാണ് MC എങ്കിൽ ഇത്രയുമാണ് P. ഡിഫറൻസ് എന്താ? ഇത്രയുമാണ്. സോ P ഈസ് ഗ്രേറ്റർ ദാൻ MC. P is greater than MC, and this is what
the monopoly situation differentiates from perfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ അനുസരിച്ച് മൊണോപ്പൊളിയിൽ വ്യത്യാസം ഇവിടെയാണ് പ്രൈസ് എം സിയേക്കാളും കൂടുതലായിരിക്കും. സോ യു ക്യാൻ സീ ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഹിയർ ഫോർ എ monopolist firm in the short run. Point is the equilibrium where the first condition is met, the second condition, that means the MC cuts MR from below, is also met, but there is no coincidence between MR and AR curve except at this point. So MR curve goes below the AR curve. Because of that, the equilibrium between MR and MC takes below price, and price will be greater than MC. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ P is equal to MC, വേറൊരു മാർക്കറ്റ് സിറ്റുവേഷനിൽ P is greater than MC. This is the monopoly, and this is what we can say perfect competition. Then how we can differentiate between perfect competition and monopoly? How we can differentiate? A simple factor, very simple. In the case of perfect competition, P will be equal to MC. In the case of monopoly, P will be greater than MC. How far different? P is greater than MC, or the difference between P and MC gives some sort of that shows some sort of the element of monopoly, rather than the element of monopoly. Okay, the difference between the higher the P compared to MC, higher the P compared to MC, the higher the monopoly power, we can say. അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും P എം സിയേക്കാൾ എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം മൊണോപ്പൊളി പവർ കൂടുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ശരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് മൊണോപ്പൊളിയിലെ ഡിമാൻഡ് കർവ്? ഇവിടെ MR കർവ്. ഈ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയാവും. ശരിയല്ലേ? അവിടെ P is equal to MC, ഇവിടെ എല്ലാം P is equal to what we can, P is greater than what? MC. So when you are having a downward sloping demand curve, it shows that you have control over the price of the product. Control over the when the demand curve is downward sloping, it means that the firm has control over what price. ഇത് നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. എങ്ങനെയാണ് കൺട്രോൾ ഓവർ ദി പ്രൈസ് എന്ന് നമ്മൾ ഡയഗ്രമാറ്റിക്കലി പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേറെ സെഷൻ വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് അതിന് ആവശ്യമില്ല. നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഫോർ ദ ടൈമിംഗ് വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ഇക്വിലിബ്രിയം പോയിന്റ് monopolist in the short run. Okay, but just understand that a downward sloping demand curve implies that there is a monopoly element. In this demand curve there is no monopoly element. In this demand curve there is a monopoly element. Okay, the steepness of the demand curve, the flatness of the demand curve shows that the monopoly element is decreasing. ശരിയല്ലേ? monopoly element ഡിക്രീസ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇല്ല. മനസ്സിലായല്ലോ? The steeper the demand curve, the higher will be the monopoly element. The flatter the demand curve, the lower will be the monopoly element. Okay, so the difference between P and MC gives what we can say the amount of monopoly power enjoyed by a firm in the case of monopoly. Okay, so that is the basic feature of monopoly, and how the demand curve reflects what we can say monopoly power in the case of a monopoly firm. Okay, and delete it. Okay, ഡിലീറ്റ് ചെയ്തേ. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ പലയിടത്തും പഠിച്ചിട്ടുള്ളതാണ്, പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള. പക്ഷേ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് ഇക്വിലിബ്രിയം ഓഫ് ദി monopoly firm, monopoly equilibrium. ഒരു സെക്കൻഡ്. monopoly equilibrium എന്താണ്? ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ നമ്മൾ ആ ചിത്രം വരയ്ക്കാം. നമുക്കറിയാലോ വേറെ ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇതിനു മുമ്പ് വരച്ച ഡയഗ്രാംസ് തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഡിമാൻഡ്. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇത് ഞാൻ ചുമ്മാ വരച്ച കേട്ടോ. ഇത് എയർ കർവാന്ന് വിചാരിക്കുക. ഇവിടുന്ന് നമ്മൾ ഇത്രയും പോയിൻ്റ് എടുക്കുക. ഇതാണ് ഒരു നടുക്കത്തെ പോയിൻ്റ്. ആദ്യം മുട്ടുന്നതായിരിക്കും MR കർവ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയും വരയ്ക്കാൻ പാടില്ല. ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. നമ്മൾ മനസ്സിൽ കാണും ഇങ്ങനെയാണ് എയർ കർവ് പോകുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഏകദേശം. ഞാൻ വരച്ച ഇങ്ങനെ ആയിരിക്കാം MR കർവ് വരേണ്ടത്. അപ്പോൾ ആ ഒരു നടുക്ക് MR കർവ് മുട്ടുന്ന ഒരു സിറ്റുവേഷൻ, സോറി കേട്ടോ, അങ്ങനെയായിരിക്കും നമ്മൾ എയറും MRും വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് ദ എയർ, ദിസ് ഈസ് ദ MR കർവ്. ഓക്കെ, കിട്ടിയില്ല. നമുക്കൊന്ന് മായ്ക്കാം. മായ്ച്ചിട്ട് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, സോ മൊണോപ്പൊളി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്, മൊണോപ്പൊളി ഇക്വിലിബ്രിയം in the short run. Okay, so this is our diagram. ഞാൻ ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. മുഴുവൻ ഡിലീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയേക്കൊന്നും കൂടെ ഡിലീറ്റ് ആയി പോകും. ഇതിപ്പോൾ എല്ലാം കുഴപ്പമില്ല, മാഞ്ഞില്ലേ? ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അല്പം കൂടെ ഭംഗിയായിട്ട് വരയ്ക്കാം. കണ്ടോ? ഓക്കെ അല്ലേ? ഇത് വരയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം ഒന്ന് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചാൽ ഇവിടെ ആയിരിക്കുമല്ലോ അല്ലേ? ഇവിടെ ഇങ്ങനെ മുട്ടുമല്ലോ. നമുക്ക് ഇവിടെ എങ്ങനെ മുട്ടത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കാം? MR കർവ് വരയ്ക്കാം. ഓക്കെ അല്ലേ? ഇച്ചിരി നീട്ടി വരയ്ക്കും, ഇച്ചിരി താഴോട്ട് വരയ്ക്കും എയർ കർവ്. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് ഇക്വിലിബ്രിയം കാണിക്കും. ഇത് നമ്മൾ എയർ നിന്ന് മാർക്ക് ചെയ്തു, ഇത് MR നിന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ എന്തായിരിക്കും? ഔട്ട്പുട്ടായിരിക്കും അല്ലേ? ഇവിടെ എന്തായിരിക്കും? പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ മൊണോപ്പൊളിയിലെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MR = MC എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവരണം? MR ഇവിടെ ഉണ്ട്, നമ്മൾ എന്ത് കൊണ്ടുവരണം? MC കൊണ്ടുവരണം. അപ്പോൾ നമ്മളൊരു MC വരയ്ക്കുകയാണേ, MC അല്ലേ? മാർജിനൽ കോസ്റ്റ് കർവ് വരച്ചു. അപ്പോൾ അവിടെ നമുക്ക് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന അവിടെ നോക്കി ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴോട്ട് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. OQ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ മുകളിലോട്ട് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. OP എമൗണ്ട് ഓഫ് പ്രൈസ് കിട്ടും. അപ്പോൾ OP പ്രൈസും OQ ഔട്ട്പുട്ടും ആയിരിക്കും അല്ലേ? ഔട്ട്പുട്ടും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് ഈ പോയിന്റിന് ഒരു പേര് കൊടുത്തു, എന്നുള്ള പേര് കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ എന്നാലും നമ്മൾ നമുക്ക് എന്തോ ഒരു അപൂർണത അതിൻ്റെ നമ്മൾ ഫീൽ ചെയ്യുക. എന്തായിരിക്കും നമ്മുടെ മിസ് ചെയ്ത്? നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല അല്ലേ? നമ്മുടെ ഇക്വിലിബ്രിയം എന്നാണ് അറിയാം, MR MC ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നറിയാം, P MC-യേക്കാളും കൂടുതലാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അത് മൊണോപ്പൊളി സിറ്റുവേഷനാണ് നമുക്കറിയാം അല്ലേ? ഫസ്റ്റ് കോമ്പറ്റീഷനാണ് ഈ PMCയോട് ഈക്വൽ ആയിരുന്നു. നമുക്കിവിടെ കിട്ടാത്തത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റിനെ നിർണ്ണയിക്കുന്ന ഡയഗ്രാം എന്താ? പ്രോഫിറ്റിനെ നിർണ്ണയിക്കുന്ന ഡയഗ്രാം AC-യുടെ പൊസിഷനാണ്. നമ്മളൊരു AC ഇവിടെ കൊണ്ടുവരും. ഇതാണ് AC. ശരിയല്ലേ? AC എവിടെ മുട്ടുന്നത് നോക്കിയാൽ AC ഇതാ ഇവിടെ മുട്ടുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടെ നിന്ന് താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ഏരിയയെ നമ്മൾ എന്തെന്ന് വിളിച്ച് പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എന്താണ്? അതാണ് പ്രോഫിറ്റ്. സോ ദിസ് റെക്റ്റാങ്കിൾ, we are not going to mark this rectangle because we already covered such topics in detail in the previous classes, So this rectangle shows what we can say, the amount of total profit by the firm. Okay, this is the price, this is the cost element, this is the profit per unit. മനസ്സിലായല്ലോ? അതിനെ നമ്മൾ ഈ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് എന്ത്? ഇക്കണോമിക് പ്രോഫിറ്റ് of a perfectly competitive firm. So I'm very sorry, economic profit of a monopolist. We are discussing about a monopolist. We are seeing a downward sloping demand curve. We are having a marginal revenue curve. We are having both marginal revenue curve and marginal average revenue curve separate. Okay, and we are having the unique situation, not the peculiar situation, P greater than 1 MC, and the difference between P and MC shows what we can say. There is a monopoly power or monopoly element in the market. This is the short run equilibrium of the firm. Okay, this is what short run equilibrium of the firm in the monopoly, in the case of monopoly. മനസ്സിലായല്ലോ?
ഇത് നമുക്ക് കൂടുതലായിട്ടൊന്നും കാര്യമായിട്ട് പറയാനില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം. PMCയേക്കാളും കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവിന് കുറവായിരിക്കും കമ്പയർഡ് ടു എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം. ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം. ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് എ മൊണോപ്പൊളിസ്റ്റ്. മനസ്സിലായല്ലോ? മൊണോപ്പൊളി ഫേം. ദിസ് ഈസ് ദ മാർജിൻ റവന്യൂ കർവ്, ദിസ് ഈസ് ദ ആവറേജ് റവന്യൂ കർവ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവാണ്. ഇച്ചോടെ അത്രയും തന്നെ ഫേമുള്ളതാണ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ. ഡിമാൻഡ് കർവ് ഇങ്ങനെ ഇച്ചോടെ ഫ്ലാറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഒളിഗോപ്പൊളിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് കർവ് ഇല്ലെന്നാണ് പറയുന്നത്. ഒളിഗോപ്പൊളി അവിടെ ഇച്ചോടെ ഫ്ലാറ്റ്നെസ് കുറവായിരിക്കും, നമുക്കങ്ങനെ വിചാരിക്കാം. മൊണോപ്പൊളി വരുമ്പോൾ ഡിമാൻഡ് കർവുള്ള ഇങ്ങനെ ഫ്ലാറ്റ്, ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിരിക്കും. ഉണ്ടോ? ഇച്ചോടെ സ്റ്റീപ്പാണ് ഡിമാൻഡ് കർവ്. So this is the transformation of the demand curve when we go from perfect competition to monopoly. In the case of monopoly endana in the case of perfect competition, the demand curve is horizontal straight line showing what there is perfectly elastic demand curve. Perfectly elastic demand curve. Perfectly elastic demand curve. The demand curve is perfectly elastic. In the case of this is relatively less elastic. Elasticity ഭയങ്കര കുറവാണ്. In the case of what we can say monopoly. So that is the difference between demand curve facing a perfectly competitive firm and the demand curve faced by a monopoly firm. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലും ആ സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇക്വിലിബ്രിയം സിറ്റുവേഷൻ. പ്രോഫിറ്റ് അവിടെയുണ്ട്. മോർ ദാൻ ദാറ്റ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ MR is equal to MC and MC cuts MR from below. So that is the second order condition. കിട്ടിയല്ലോ. Equilibrium of the competitive firm equilibrium of the monopoly firm in the short run. ഓക്കെ, നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഞാൻ ഇന്ന് കോളേജിൽ പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് വേറൊന്നും അവിടെ പറയാനൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെ പോകുന്നു. കോളേജിലെ കുറച്ച് ഔദ്യോഗിക കാര്യങ്ങളുണ്ട്, കുറേ ബിൽഡിങ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ആയിട്ടിടുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ തീർന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ, ഒരു പോയിൻ്റ് കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് നിർത്തിക്കളാം. എന്താണെന്നറിയോ? ഒരു സെക്കൻഡ്, ഇച്ചിരി മുകളിലോട്ട് ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത്തിരി മുകളിലോട്ട് വിടാവുന്നു. ഓക്കെ, നമുക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളൊരു ഡിമാൻഡ് കർവ് വരച്ചാലേ ഈ നടുക്ക് വരുമ്പോഴത്തേക്കും ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു മൊണോപ്പൊളി ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് എപ്പോഴും ഇവിടെ നടക്കുള്ളൂ. എവിടെ നടക്കും? ഈ പ്രദേശത്ത് നടക്കുള്ളൂ. വേറെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ MR എത്രയാണെന്നറിയോ? 0 ആയിരിക്കും. MR 0യും അങ്ങനെയാകുമ്പോൾ MR MCയോട് തുല്യമായിരിക്കും. അപ്പോൾ MR 0 ആണെങ്കിൽ MC 0 ആകുന്ന സിറ്റുവേഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വിലിബ്രിയം നടക്കുന്ന എവിടെയായിരിക്കും? ഈ ഭാഗത്ത്. ഇവിടെ MR ഈസ് പോസിറ്റീവ്, MC ഓൾസോ ക്യാൻ ബി ഓൾസോ ഈസ് പോസിറ്റീവ്. സോ ഇവിടെ മാത്രമേ MC, അപ്പോൾ ഇവിടെ മാത്രമേ ഈ ത്രൂ ഔട്ട് ഈ പോയിന്റിൽ through these points, that portion of the demand curve, the upper portion of the demand curve. Okay, this is the upper portion, this is the lower portion, this is the mid point. Okay, the equilibrium of the monopolist firm will take place when he is facing a downward sloping demand. Not just when he is facing, he is actually having a demand curve which is downward sloping. Okay, so demand curve is less elastic. It is not perfectly elastic. In this case, demand curve which is downward sloping, the equilibrium happen take place in the upper portion of the demand curve where elasticity is greater than 1. It is greater than less than 1 ഒരു കാരണവശാലും എവിടെ ഇക്വിലിബ്രിയം നടക്കില്ല. ആരുടെ? മൊണോപ്പൊളി ഫേമിൻ്റെ. നമുക്ക് ഡിമാൻഡ് കർവ് ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് 1 point where elasticity equal to 1 at point, that point elasticity less than 1, it is greater than 1 at another point. The upper portion of the demand curve elasticity is greater than 1, and for a monopoly firm, the equilibrium will take place only that portion of the demand curve where elasticity is greater than
1. ഓക്കെ, പിടിയിട്ടില്ല. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, സോ അവിടെ മാത്രമേ നമുക്ക് എന്ത് നടക്കുകയുള്ളൂ, MR MC ഒക്കെ പോസിറ്റീവ് ആവുള്ളൂ. അതുകൊണ്ട് ആ ഒരു പോയിൻറ്റ് നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കണം. സോ അപ്പോൾ കിട്ടിയില്ല, നമ്മൾ ഇതുവരെ പഠിച്ചിട്ട് നേരെ പെർഫോമൻസ് ഫോമിലെ ഡിമാൻഡ് കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മൊണോപ്പൊളി എലമെൻറ്റ് കാരണം മൊണോപ്പൊളിസ്റ്റിൻ്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ, വിച്ച് ഷോസ് ലെസ് ഇലാസ്റ്റിസിറ്റി കമ്പയർഡ് ടു എന്താണ് perfect elasticity in the case of perfectly competitive firm. Okay, so that is all about today's class. ഞാൻ ഇത് എന്താണ് അടുത്ത നമുക്ക് എടുക്കാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് ഫേം മൊണോപ്പൊളി ഫേമിൻ്റെ മറ്റ് ചില ഫീച്ചേഴ്സായി ഇൻക്ലൂഡിങ് whether there can be losses for him, what is equilibrium position of the monopoly firm in the long run, etc. Okay, so thanks for listening.